ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ രണ്ട് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് BEdഉം അതുപോലെ തന്നെ DLEdഉം. BEd എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ DLEd എന്ന് പറയുന്നത് ഡിപ്ലോമ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അതായത് പഴയ TTC എന്ന വാക്കിൻ്റെ ഇപ്പോഴത്തെ പേരാണ് DLEd. പഴയ മലയാളം TTC അതുപോലെ തന്നെ പല ഭാഷകളിലും TTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലാണ് ആ കോഴ്സും കൂടി വന്നിട്ടുണ്ട്. അത് DLEd ഡിപ്ലോമ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ രണ്ട് കോഴ്സുകളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ തന്നെ ഈ രണ്ട് പഠിക്കുന്നതുകൊണ്ട് ഏതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് കൂടി നോക്കാം. ആദ്യത്തെ DLEd പറയുന്നത് ഡിപ്ലോമ എലമെൻ്ററി എഡ്യൂക്കേഷനാണ്. ഹിന്ദിക്ക് ഇപ്പോൾ നിലവിൽ UP ലെവൽ ഹിന്ദി ടീച്ചറാണെങ്കിൽ DLEd കേരള സർക്കാരിൻ്റെ PSCയും അതുപോലെ തന്നെ KTET 4 അപ്ലൈ ചെയ്യണമെങ്കിലും ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് DLEd. അതുപോലെ തന്നെ BEd എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷനാണ്. ഹൈസ്കൂൾ മേഖലയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ BEdഉം നിർബന്ധമാണ്. അപ്പോൾ രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കാം ഈ വീഡിയോയിലൂടെ. അപ്പോൾ ആദ്യത്തെ DLEd ഹിന്ദി എന്ന കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ഹിന്ദി 50% മുകളിൽ മാർക്കുണ്ടെങ്കിൽ നമുക്കിതിന് DLEdന് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ ഭൂഷൺ പാസ്സായവർക്കും സാഹിത്യാചാര്യ പാസ്സായവർക്കും ഈ DLEdന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ DLEdൻ്റെ നമുക്ക് KTET 4 എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി ടീച്ചർ UP ലെവലിൽ ഹിന്ദി ടീച്ചറായിട്ട് ഭാഷാ അധ്യാപകരായിട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എയ്ഡഡ് സ്കൂളിലും അതുപോലെ തന്നെ PSCക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് DLEdൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അടുത്തായി BEdനെ നോക്കാം. BEd എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള BEdന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മിനിമം ഒന്നാം BA ഹിന്ദിയിൽ 50% മാർക്കോടെ പാസ്സാകുക. അതായത് BA ഹിന്ദി ഡിഗ്രി 50% മാർക്കോടെ പാസ്സാകുക. അതല്ലെങ്കിൽ കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സാഹിത്യാചാര്യ എന്ന കോഴ്സ് പാസ്സായി കഴിഞ്ഞവർക്കും ഈ BEdന് അപ്ലൈ ചെയ്യാൻ പറ്റും. BEd എന്ന് പറയുന്നത് കേരള ഹിന്ദി പ്രചാരസഭൻ്റെ സാഹിത്യാചാര്യ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് വേറെ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. BA ഹിന്ദിൻ്റെ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ BEd ആചാര്യ ട്രെയിനിങ് കോഴ്സ് എന്ന കോഴ്സ് BEdന് തതുല്യമായിട്ടുള്ള ഇക്വലൻ്റുള്ള കോഴ്സാണ്. തിരുവനന്തപുരത്ത് കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന 4 സെമിസ്റ്റർ വരുന്ന BEdന് ഈക്വലായിട്ടുള്ള കോഴ്സാണ് BEd ആചാര്യ ട്രെയിനിങ് കോഴ്സ്. ആ കോഴ്സിന് യാതൊരു ഈക്വലൻറ്റും ഇല്ലാതെ തന്നെ സാഹിത്യാചാര്യ 50% മാർക്കോടെ പാസ്സായവർക്ക് ഈ BEdന് തിരുവനന്തപുരത്തുള്ള BEdന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാതെ മറ്റ് ജില്ലയിലുള്ള BEd കോളേജിലുള്ള BEd അപ്ലൈ ചെയ്യണമെങ്കിൽ സാഹിത്യാചാര്യ ചെയ്തവർക്ക് നിലവിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഡിഗ്രിയും സാഹിത്യാചാര്യം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആ MG യൂണിവേഴ്സിറ്റി അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വഴി നമുക്ക് ഇക്വലൻ്റ് എടുക്കാൻ പറ്റും. BA ഹിന്ദിക്കുള്ള ഇക്വലൻ്റ് എടുത്ത് പിന്നീട് കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റി വഴിയും ഏത് കോളേജിൽ വഴിയും BEdന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇക്വലൻ്റ് എടുക്കാതെ നമുക്ക് സാഹിത്യാചാര്യം മാത്രമാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമേ കേരള ഹിന്ദി പ്രചാരസഭയുടെ കീഴിൽ മാത്രമേ കോഴ്സ് BEd ചെയ്യാൻ പറ്റത്തുള്ളൂ. BEd ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ വരെ ഹിന്ദി ടീച്ചർ മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ KTET 3 എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ വരെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് MA ഹിന്ദി ഇവിടെ ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി വരെ ഹിന്ദി ടീച്ചർ മേഖലയിലേക്ക് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ BEd ആണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്ന കോഴ്സുകൾ. DLEd ടീച്ചർ UP ലെവൽ ടീച്ചറും അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചറും സാലറി കമ്പയർ ചെയ്യുമ്പോൾ ഹൈസ്കൂൾ മേഖലക്കാണ് കൂടുതൽ സാലറികൾ നൽകുക. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും ഈ BEd ചെയ്യുന്ന കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അതുപോലത്തെ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ BEd കൊണ്ടാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ മറ്റ് ജില്ലയിലും മറ്റ് സ്റ്റേറ്റുകളിലും BEd ആണ് കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതൽ നിൽക്കുന്നത്. രണ്ട് കോഴ്സുകളും 2 വർഷത്തെ കാലയളവിൽ തന്നെയാണ്. രണ്ടും റെഗുലറായിട്ട് ചെയ്യുന്ന കോഴ്സുകളാണ്. യാതൊരു
വശാലും ഇത് ഡിസ്റ്റൻസ് ആയിട്ട് നൽകുന്ന കോഴ്സുകളല്ല. കാരണം വെച്ചാൽ ഇത് ട്രെയിനിങ് വരുന്ന കോഴ്സുകളായതുകൊണ്ട് ഇത് റെഗുലർ മാത്രമേ വാലിഡ് ഉള്ളൂ. റെഗുലർ അല്ലാത്ത കോഴ്സ് നടത്തുകയാണെങ്കിൽ അതൊരിക്കലും കേരള PSC അംഗീകരിക്കുന്നതല്ല. അപ്പോൾ BEd കോഴ്സാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ രണ്ട് കോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കേരള ഹിന്ദി പ്രചാരസഭൻ്റെ സാഹിത്യാചാര്യ കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിലവിൽ +2 ഹിന്ദി പാസ്സായവർക്ക് ഈ സാഹിത്യാചാര്യക്ക് അപ്ലൈ ചെയ്യാം. സാഹിത്യാചാര്യ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് BEdന് എളുപ്പത്തിൽ BEd എടുക്കാനും പറ്റും. അതല്ലെങ്കിൽ DLEd ആണെങ്കിലും സാഹിത്യാചാര്യ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സാഹിത്യാചാര്യ അഡ്മിഷൻ നമ്മളെ കീഴിലും നിങ്ങൾക്ക് കോഴ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 സെമിസ്റ്റർ വരുന്ന കോഴ്സാണ് സാഹിത്യാചാര്യ എന്ന കോഴ്സ്. ഒരു വർഷത്തെ ദീർഘം വരുന്ന ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാവുന്ന കോഴ്സാണ് സാഹിത്യാചാര്യ. സാഹിത്യാചാര്യ ചെയ്തവർക്ക് BEdും DLEdും ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇത്രയും വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ധന്യവാദ്.